പ്രൈസ് ദി ലോർഡ്. എന്നെ ശ്രദ്ധിക്കുന്ന ബഹുമാനരായ എല്ലാ ദൈവജനത്തിനും ക്രിസ്തയേശുവിൻ്റെ നാമത്തിലുള്ള വിനീതമായ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. അനുഗ്രഹീതമായ ദിവസം കർത്താവിൻ്റെ സ്നേഹത്തെ പ്രകീർത്തിപ്പാനും കർത്താവിൻ്റെ മഹത്വം പെരുമാറ് അനുഗ്രഹീത ജീവിതം നയിപ്പാനും നമുക്കേവർക്കും കർത്താവ് കൃപ ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. DL മോഡിയുടെ സുവിശേഷ യോഗങ്ങളിൽ ഗാനങ്ങൾ ആലപിച്ചിരുന്ന ID സാങ്കി മോഡിക്കൊപ്പം ചേരുന്നതിന് മുമ്പ് ഒരു സൈനികനായിരുന്നു. ഒരു രാത്രിയിൽ അദ്ദേഹത്തിന് ഷാസ്ബർഗിലെ അതിർത്തിയിൽ ശത്രുപാളയത്തിന് സമീപത്തായിരുന്നു ജോലി. അവിടെ ഏതു നിമിഷവും ശത്രുവിൻ്റെ ആക്രമണം ഉണ്ടാകാമായിരുന്നു. പെട്ടെന്ന് സാങ്കിക്ക് ഒരു പാട്ട് പാടണം തോന്നി. അദ്ദേഹം ഇങ്ങനെ തുടങ്ങി: രക്ഷക നിൻ ആടുകളിൻ മുമ്പിൽ നടക്കണമേ, ലോകത്തിൽ ഈ സാധുക്കളിൻ ശരണം നീ മാത്രമേ. ഈ സമയത്ത് എതിർവശത്ത് ഒരു സൈനികൻ സാങ്കിക്ക് നേരെ ഉന്നം വയ്ക്കുകയായിരുന്നു. അയാൾ കാഞ്ചി വലിക്കാൻ ഒരുങ്ങിയ സമയത്താണ് ഈ ഗാനം കേട്ടത്. ഒരു ക്രിസ്ത്യാനിയായിരുന്ന ആ വ്യക്തി പെട്ടെന്ന് തൻ്റെ മാതാവിനെ ഓർത്തു. എപ്പോഴും തൻ്റെ അമ്മ ഈ പാട്ട് പാടുന്നത് അവൻ കേട്ടിട്ടുണ്ട്. പാട്ട് പാടുന്നയാൾ ക്രിസ്ത്യാനിയാണെന്ന് മനസ്സിലാക്കിയ സൈനികൻ വെടിവെക്കാതെ പിന്മാറി. ചില വർഷങ്ങൾക്ക് ശേഷം മോഡിയുടെ ഒരു യോഗത്തിൽ സാങ്കി ഇതേ ഗാനം ആലപിച്ചു. ഈ യോഗത്തിൽ പഴയ സൈനികരും പങ്കെടുത്തിരുന്നു. ഗാനം കേട്ടപ്പോൾ അയാൾ സാങ്കിയെ തിരിച്ചറിഞ്ഞു. യോഗാനന്തരം അദ്ദേഹം സാങ്കിയോട് പഴയ സംഭവം അറിയിച്ചു. അവരിരുവരും ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി. ക്രിസ്തുവിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ മനോഭാവത്തിനും രീതിക്കും എത്രമാത്രം ഉദാത്തമായ മാറ്റം സംഭവിക്കുന്നു എന്നും ദൈവസ്നേഹം മറ്റുള്ളവരെ സ്നേഹിക്കാൻ, കരുതുവാനും ആപൽക്കരമായ സാഹചര്യങ്ങളെപ്പോലും അതിജീവിപ്പാനും ഒരുവനെ പ്രാപ്തനാക്കുന്നു എന്നതിലേക്ക് വെളിച്ചം വീശുന്ന അനുഗ്രഹീതമായ മനോഹരമായ ഒരു സംഭവ ചരിത്രമാണ് നമ്മൾ കേട്ടത്. ഈ ശ്രദ്ധയെ നമുക്ക് മനസ്സിൽ കരുതിക്കൊണ്ട് തന്നെ പത്രോസിൻ്റെ 2-ാം ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. കൃപയിലും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിലും വളരുവിൻ, അവന് ഇപ്പോഴും എന്നേക്കും മഹത്വം. ആമേൻ. അപ്പോസ്തലനായ പത്രോസിൻ്റെ 2-ാം ലേഖനം വളരെ അനുഗ്രഹീതമായ ഒരു ലേഖനം. അപ്പോസ്തലൻ ഈ ലേഖനത്തിൻ്റെ ആദ്യ ഭാഗത്ത് നമ്മുടെ ഭക്തിക്കും ജീവനത്തിനും ആവശ്യമായതൊക്കെ നമുക്ക് ദാനം ചെയ്തിരിക്കുന്നു എന്ന് ചിതറിപ്പാർക്കുന്ന ദൈവമക്കളെ അറിയിക്കുമ്പോൾ ധാരാളം ആശങ്കകളുടെയും ധാരാളം പ്രതിസന്ധികളുടെയും മുമ്പിൽ നിൽക്കുന്ന ദൈവജനത്തിന് വളരെയധികം ധൈര്യം പകരുന്ന, ഉറപ്പ് നൽകുന്ന, പ്രത്യാശ നൽകുന്ന ഒരു വചനമാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ഓർപ്പിച്ചതുപോലെ പത്രോസിൻ്റെ ലേഖനം തന്നെ പ്രത്യാശയുടെ ലേഖനമാണ്. പ്രത്യാശയുടെ അപ്പോസ്തലൻ എന്നാണ് പത്രോസിനെ അറിയപ്പെടുന്നത്. സുവിശേഷ നിമിത്തം ഉപദ്രവം സഹിക്കുന്ന, പീഡ സഹിച്ചുകൊണ്ട് ചെതറിപ്പാർക്കുന്ന ദൈവമക്കളെ കണ്ട് ഈ ലേഖനം എഴുതുമ്പോൾ അവർക്ക് വളരെ ഉറപ്പേറിയ ഒരു കാര്യം ആത്മാവിനാൽ അദ്ദേഹം എഴുതുകയാണ്: നമ്മുടെ ഭക്തിക്കും ജീവനത്തിനും ആവശ്യമായതൊക്കെ നമുക്ക് ദാനം ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ കരുതൽ, സ്നേഹം എത്ര വലുതാണെന്നും ആ സ്നേഹത്തെ വിശ്വസിക്കാൻ നമുക്ക് ന്യായമുണ്ടെന്നും മാറിപ്പോകാത്ത ആ സ്നേഹത്തിൻ്റെ നിറവിൽ നിന്നും നമുക്ക് തരുന്ന ദൈവദാനത്തിൻ്റെ മഹത്വം, ജീവിതത്തിൻ്റെ ആത്മീയ ഭൗമിക മണ്ഡലങ്ങളെ ഒരുപോലെ കരുതുന്ന ജീവനും ഭക്തിക്കും, ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങൾക്കും ദൈവത്തിൻ്റെ കരുതലുണ്ട് എന്ന് ബോധ്യമാക്കുകയാണ്. അതേ അധ്യായത്തിൽ തന്നെ പത്രോസ് അപ്പോസ്തലൻ പറയാണ്, തൻ്റെ കൂടാരം വിട്ട് ഒഴിയാറായി, തൻ്റെ മരണം അടുത്തിരിക്കുന്നു. ഞങ്ങളിൽ നിന്ന് നിങ്ങൾ കേട്ട സുവിശേഷ സന്ദേശം ഒരിക്കലും മനുഷ്യനിർമ്മിതമായ സന്ദേശമല്ല. ഇറ്റ് ഈസ് നോട്ട് മാൻമെയ്ഡ് സ്റ്റോറീസ്. ഒരിക്കലും മനുഷ്യനിർമ്മിതമായ വചനമല്ല. ഞങ്ങൾ അവൻ്റെ മഹിമ കണ്ട സാക്ഷികളാണ്. മറുമലയിൽ വെച്ച് കർത്താവിൻ്റെ മഹത്തരമായ രൂപാന്തരം അതിന് സാക്ഷ്യം വഹിച്ച പത്രോസ് ഇവിടെ രേഖപ്പെടുത്തുകയാണ്. ആ മഹിമ അദ്ദേഹം കണ്ടു എന്നത് വളരെ കൃത്യമായ വിശുദ്ധ പർവ്വതത്തിൽ ഇരിക്കുമ്പോൾ ഞങ്ങൾ സ്വർഗത്തു നിന്നും ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പീരെന്ന ശബ്ദം കേട്ടു എന്നുള്ള ആ അനുഭവത്തെ വീണ്ടും ഇവിടെ അയവിറക്കിക്കൊണ്ട് കർത്താവിൻ്റെ സാക്ഷ്യം വഹിക്കുന്നത് മനുഷ്യനിർമ്മിതമായ ഒരു ചരിത്രത്തിൻ്റെ രൂപീകരണത്തിൽ കൂടിയല്ല, ഞങ്ങൾ അവൻ്റെ മഹിമ കണ്ട സാക്ഷികളാണ് എന്ന് പഴയ ചരിത്രത്തെ ഇവിടെ താൻ രേഖപ്പെടുത്തുന്നു. 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ചിലർ ചിന്തിക്കുന്ന പോലെ കർത്താവ് വരുവാൻ, തൻ്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ എന്ന് രേഖപ്പെടുത്തുകയാണ്.
അപ്പോൾ കർത്താവിന് വരവ് താമസിക്കുമ്പോൾ പലരുടെ വിശ്വാസത്തിന് ക്ഷതം സംഭവിക്കുന്നു, വിശ്വാസത്യാഗം സംഭവിക്കുന്നു, വിശ്വാസാനുഭവത്തിന് കുറവ് സംഭവിക്കുന്ന ഒരു കാലഘട്ടം. ഒരു ഭാഗത്ത് ലോകത്തിൻ്റെ സമ്മർദ്ദം, പിശാചിൻ്റെ പ്രലോഭനങ്ങൾ, ജഡത്തിൻ്റെ ഉയർന്ന സ്വാധീനത്തിൻ്റെ പ്രവണതകൾ, ഇതൊക്കെ ഒരു ഭക്തന് നേരെ ഉയർന്നു വരുമ്പോൾ കർത്താവിന് വരവ് താമസിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചുകൊണ്ട് അല്പാൽപമായി തങ്ങൾ പോലും ഒരുപക്ഷെ അറിയാതെ ആത്മീയ ജീവിതത്തിന് ശോഷണം സംഭവിക്കുമ്പോൾ ഇവിടെ പത്രോസ് അപ്പോസ്തലൻ 1-ാം നൂറ്റാണ്ടിൽ തന്നെ ആത്മാവിൽ രേഖപ്പെടുത്തുകയാണ്, ചിലർ ചിന്തിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ ഒരിക്കലും താമസിക്കുന്നില്ല, ആരും നശിച്ചു പോകാതിരിപ്പാൻ ഇച്ഛിച്ചുകൊണ്ട് ദീർഘക്ഷമ കാണിക്കുകയാണ്. അപ്പോൾ കർത്താവിൻ്റെ ദീർഘക്ഷമ നമുക്ക് രക്ഷാകാരണമായി തീരുക. നമ്മുടെ രക്ഷ, അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ട നമ്മൾ മാത്രമല്ല, നമ്മുടെ ചുറ്റുപാടുള്ള അനേകം രക്ഷിക്കപ്പെടുവാൻ ദൈവത്തിന് ദീർഘക്ഷമയാണ് കർത്താവിൻ്റെ വരവിൻ്റെ താമസം. അല്ലാതെ കർത്താവ് ഒരിക്കലും മറ്റേതെങ്കിലും കാരണം കൊണ്ട് തൻ്റെ വരവ് താമസിപ്പിക്കുകയല്ല. കർത്താവിൻ്റെ ദീർഘക്ഷമ, വരവിൻ്റെ ദീർഘക്ഷമ താമസം അനേകരുടെ രക്ഷയ്ക്ക് നിദാനമായി തീരും എന്നുള്ള ദൈവിക കാഴ്ചപ്പാടാണ്. നോക്കൂ, നമ്മൾ രക്ഷിക്കപ്പെട്ട നമ്മളൊക്കെ ഒരുപക്ഷെ ചുറ്റുപാടുകളെ ഓർത്ത് വ്യാകുലതകളൊന്നുമില്ല, നഷ്ടപ്പെടുന്നവരെക്കുറിച്ച് നമുക്ക് ദുഃഖമൊന്നുമില്ല. ഒരുപക്ഷെങ്കിൽ വേഗത്തിൽ തന്നെ കർത്താവ് വരണം, നമുക്ക് നിത്യരാജ്യത്തിൽ പോകണം എന്ന് നാം ചിന്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ ചിന്ത കർത്താവിന് വരവ് അല്പം കൂടെ താമസിച്ചാൽ കുറേ പേരുടെ രക്ഷകനാം യേശുവിനെ അറിയും. ആ രക്ഷ അവർക്ക് മാനസാന്തര കാരണമായി ആ അവസരം അവർക്ക് മാനസാന്തര കാരണമായി തീരുമെന്നുള്ള ദൈവഹൃദയത്തിൻ്റെ വിശാലതയും മനുഷ്യനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴവും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നിശ്ചയമായിട്ടും അങ്ങനെ ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ടാകണം. ഈ ഒരു ദൈവമനസ്സാണ് കർത്താവിൻ്റെ വരവിൻ്റെ താമസം എന്ന് അവിടെ അപ്പോസ്തലൻ ജനത്തെ അറിയിക്കുകയാണ്. കൂടാതെ നമുക്ക് 12-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ നിങ്ങൾ എത്ര വിശുദ്ധ ജീവനവും ഭക്തിയുമുള്ളവരായിരിക്കണം. അപ്പോൾ ഈ ലോകസംഭവങ്ങൾ ഒരു കാര്യം നമ്മെ ബോധ്യമാക്കുന്നു. ഈ കാണുന്ന പ്രപഞ്ചം ഇത് ചുട്ട് അഴിയപ്പെടേണ്ടതാണ്. ഇതൊക്കെ കൊടുമുഴുക്കത്തോട് മാറിപ്പോകും. ഈ പണികളൊക്കെ വെന്തുപോകും. ഇന്ന് ശാശ്വതമെന്ന് ചിന്തിക്കുന്ന നമ്മുടെ ഈ പ്രപഞ്ചം, ഇന്ന് ലോകത്തിൻ്റെ സകലതും നമ്മെ ആകർഷിക്കുന്ന, ഹടാലാകർഷിക്കുന്ന സകലതും വെന്ത് അഴിയപ്പെടും. ഇതെല്ലാം മാറിപ്പോകും. ഇതൊന്നും നിലനിൽക്കുന്നതല്ല. പക്ഷേ നിലനിൽക്കുന്ന ഒന്നിനു വേണ്ടിയാണ് ഞാൻ നിങ്ങൾ കാത്തിരിക്കുന്നത് എന്ന് ചിതറിപ്പാർക്കുന്ന ദൈവമക്കളെ, പ്രത്യാശ തീരത്തേക്ക് അവരുടെ കണ്ണ് നടത്തക്ക വേണം, ആ ദർശനം അവർക്ക് നഷ്ടപ്പെട്ടു പോകാതെ വേണം അവരെ ഹൃദയത്തെ അതിനുവേണ്ടി ഒരുക്കിക്കൊണ്ട് ഇവിടെ അപ്പോസ്തലനായ പത്രോസ് പറയുകയാണ്, നമ്മൾ എത്രമാത്രം വിശുദ്ധ ജീവനത്തിനും ഭക്തിക്കും നമ്മൾ പ്രാധാന്യം കൊടുക്കണം. കാരണം നമ്മൾ കാത്തിരിക്കുന്നത് ഏറ്റവും ഉന്നതമാണ്. മായായി പ്രപഞ്ചം നമ്മൾ ഒരിക്കലും സ്വാധീനിക്കരുത്. ഇതൊക്കെ ഇവിടുന്ന് മാറിപ്പോകുന്നതാണ്. 13-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, എന്നാൽ നാം അവൻ്റെ വാഗ്ദത്തപ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കായി കാത്തിരിക്കുന്നു. അപ്പോൾ നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത് വലുതാണ്. നീതി വസിക്കുന്ന ഒരു പുതിയ ആകാശം, പുതിയ ഭൂമിക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുക. അത് ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. അതുകൊണ്ട് ഒരു ഹയർ ക്വാളിറ്റി ലൈഫ് നമുക്ക് വേണം. എത്ര വിശുദ്ധ ജീവിതം, എത്രമാത്രം ഭക്തി നമുക്ക് ആവശ്യമാണ്. പലപ്പോഴും നമുക്കുള്ളതിൽ നമ്മൾ തൃപ്തിപ്പെടുക. മറ്റുള്ളവരെയൊക്കെ ഞാൻ ഭേദമാണ് ചിന്തിച്ച് നമ്മൾ പലപ്പോഴും നമ്മളെ കമ്പയർ ചെയ്യുന്ന മറ്റുള്ളവരുമായിട്ടാണ്. എന്ന് ഞാൻ നമ്മളെക്കാളും ഒരുപക്ഷെ തകർന്നു നിൽക്കുന്ന വ്യക്തികളെ കുറിച്ചാണ്. അങ്ങനെയല്ല, നമ്മളെപ്പോഴും നോക്കേണ്ട കർത്താവുമായിട്ടും ദൈവവചനവുമായിട്ടാണ് നമ്മളെ പരിശോധിക്കേണ്ടത്. അതുകൊണ്ട് എപ്പോഴും മറ്റുള്ളവരുമായിട്ടും നമ്മുടെ സഭയെ മറ്റു സഭയുമായിട്ടൊക്കെ താരതമ്യപ്പെടുത്തുന്ന തെറ്റായ പ്രവണതകൾ എന്നേക്കുമായിട്ട് ഉപേക്ഷിച്ച് കർത്താവിലേക്കും ദൈവവചനത്തിലേക്ക് നോക്കുമ്പോഴാണ് യഥാർത്ഥമായി നമ്മുടെ ചിത്രം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ നമ്മൾ കാത്തിരിക്കുന്ന വാഗ്ദത്തം എത്ര ഉന്നതമാണ് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. തുടർന്ന് നമ്മൾ വായിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസിനെ കുറിച്ച് ഇവിടെ പത്രോസ് പരാമർശിക്കുകയാണ്. പത്രോസിൻ്റെ ആ പരാമർശനം എത്ര മഹത്തരം എന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയും. പൗലോസിൻ്റെ ലേഖനങ്ങളിൽ പലതും ഗ്രഹിക്കാൻ തൻ്റെ ജ്ഞാനത്തിനൊത്തവണ്ണം താൻ ദൈവത്തിൻ്റെ ആത്മാവിനാൽ എഴുതപ്പെട്ടതുകൊണ്ട് ഗ്രഹിക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട്, പക്ഷെങ്കിൽ നമ്മൾ വായിക്കുന്നു, അറിവില്ലാത്തവരും അസ്ഥിരന്മാരുമായവർ ശേഷം തിരുവഴുത്തുകളെപ്പോലെ അതും തങ്ങളുടെ നാശത്തിനായി കൂട്ടിക്കളയുന്നു. അപ്പോൾ അപ്പോസ്തലനായ പൗലോസിലൂടെ ദൈവം തൻ്റെ ജ്ഞാനത്തിനനുസരിച്ച് എഴുതുവാൻ ദൈവം തന്നെ പ്രാപ്തനാക്കിയ അനുഗ്രഹീതമായ വളരെ ആഴമുള്ള ദൈവവചന ചിന്തകളെ പത്രോസ് സാക്ഷ്യപ്പെടുത്തിയിട്ട് പറയുകയാണ്. പക്ഷേ അസ്ഥിരന്മാരും അതുപോലെ തന്നെ അറിവില്ലാത്തവരും ശേഷം തിരുവഴുത്തുകളെപ്പോലെ അവൻ തങ്ങളുടെ നാശത്തിനായി കൂട്ടിക്കളയുക, മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്യുക, പ്രാധാന്യമില്ലാതെ തെറ്റായി വ്യാഖ്യാനിക്കുന്ന അല്ലെങ്കിൽ അപ്രസക്തമായി കരുതുക. എന്തിനാ ഇത് ചെയ്യുമ്പോൾ ഓർക്കണം, അവർക്ക് സ്വയം നാശം വരുത്തുക. എക്കാലത്തും ഓർക്കണം, ദൈവവചനത്തിന് അർഹിക്കുന്ന നിലയിലുള്ള പ്രാധാന്യം കൊടുക്കാതിരിക്കുക, ദൈവവചനത്തിന് കൊടുക്കേണ്ട വ്യാഖ്യാന രീതി കൊടുക്കുക,
തെറ്റായ വ്യാഖ്യാനം കൊടുത്ത് അനേകരെ തെറ്റിച്ച് ദൈവരാജ്യത്തിൽ നിന്ന് അകറ്റിക്കളയുന്ന സുവിശേഷത്തിൻ്റെ പ്രഘോഷകരും അതിൻ്റെ വ്യാഖ്യാതാക്കളും ഓർക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. യാക്കോബിൻ്റെ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ അവർക്ക് വളരെ ശക്തമായൊരു മുന്നറിയിപ്പ് യാക്കോബ് നൽകുന്നുണ്ട് എന്നത് ഗ്രഹിച്ചിരിക്കുന്നത് എപ്പോഴും നല്ലതാണ്. സഹോദരന്മാരെ, അധികം ശിക്ഷാവിധി വരും എന്നറിഞ്ഞ് നിങ്ങളിൽ അനേകർ ഉപദേശകന്മാരാകരുത്. അതുകൊണ്ട് ഉപദേശകന്മാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളൊരു ഉപദേശ സത്യം പറയുമ്പോൾ അത് തെറ്റായ വ്യാഖ്യാനമാണെങ്കിൽ പാരമ്പര്യത്തിലും നമ്മുടെ അന്ധമായ ചിന്തയിലും അല്ലെങ്കിൽ തെറ്റെന്നറിഞ്ഞുകൊണ്ട് തന്നെ പഠിച്ചു വച്ചതിനെയൊക്കെ പഠിപ്പിച്ച് അനേകരെ സത്യത്തിൽ നിന്നും ദൈവനീതിയിൽ നിന്നും അകറ്റിക്കളയുന്നെങ്കിൽ വലിയ കൊടിയ ശിക്ഷ വരും എന്നത് ഒരിക്കലും മറക്കാവതല്ല. ദൈവരാജ്യത്തിലേക്ക് അനേകരെ ചേർത്ത് കൊണ്ടുവരുവാൻ നിർമ്മല മനസ്സാക്ഷിയോടെ നമ്മുടെ ഏതെങ്കിലും സ്വാധീനത്തിൻ്റെയും പരിചയത്തിൻ്റെയും പാരമ്പര്യത്തിൻ്റെയും ഒരു കണ്ണാടിയുടെ നമ്മൾ നോക്കേണ്ടത്. നിഷ്പക്ഷമായ ദൈവജനത്തെ ദൈവത്തിൻ്റെ ആത്മാവിനാൽ വ്യാഖ്യാനിക്കണം. റൈറ്റ്ലി ഡിവൈഡിങ് ദ വേർഡ് ഓഫ് ഗോഡ് എന്ന ദൈവത്തിൻ്റെ വചനം യഥാർത്ഥമായി നമ്മൾ വ്യാഖ്യാനിക്കണമെന്ന അത് നിഷ്കളങ്കമായി ഉപദേശിക്കാൻ നിശ്ചയമായിട്ടും കഴിയണം. അപ്പോൾ ഇവിടെ ദൈവവചനത്തെ കോട്ടിക്കളയുന്ന അവർ സ്വന്തം നാശം വരുത്തുകയാണ്, തങ്ങൾക്ക് മറ്റുള്ളവർക്കും. അതിനുശേഷം രേഖപ്പെടുത്തിയിരിക്കുന്നു, പ്രിയമുള്ളവരെ, നിങ്ങൾ മുൻകൂട്ടി അറിഞ്ഞിരിക്കൊണ്ട് അധർമ്മികളുടെ വഞ്ചനയിൽ കുടുങ്ങി സ്വന്തം സ്ഥിരത വിട്ട് വീണു പോകാതിരിക്കാൻ സൂക്ഷിക്കണം. അപ്പോൾ ഈ അധർമ്മികൾ അവരുടെ അധർമ്മികളുടെ വഞ്ചനയിൽ കുടുങ്ങി സ്ഥിരമായി ജീവിക്കുന്നവർ തങ്ങളുടെ സ്ഥിരത വിട്ടിട്ട് നാശത്തിൽ കുടുങ്ങിപ്പോവാൻ ഒരിക്കലും ഇടവരരുത്. സൂക്ഷ്മതകളാകണം. എല്ലാ വചനത്തിനും യേശു പറയരുത്. കൊരിന്ത്യർക്കെതിരെ 2-ാം ലേഖനം 11-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്, വേറൊരു യേശു, വേറൊരു ആത്മാവ്, വേറൊരു സുവിശേഷം കേൾക്കുമ്പോൾ നിങ്ങൾ അതിനും പൊറുക്കുന്നു, പാടില്ല. ഗലാത്യ ലേഖനത്തിൽ വായിക്കുന്നു, വേറൊരു സുവിശേഷം കേൾക്കുമ്പോൾ അതിലേക്ക് വേഗത്തിൽ മറിഞ്ഞു പോവുകയാണ്. അപ്പോൾ ബറോവയിലുള്ളവരെ പോലെ തിരുവഴുത്തുകൾ കേൾക്കുക മാത്രമല്ല, അത് അങ്ങനെ തന്നെയോ പരിശോധിക്കാൻ കഴിയണം. സത്യമായത് തെസ്സലോനിക്ക ലേഖനത്തിൽ 5 നമ്മൾ വായിക്കുന്നു, സകലവും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിപ്പീൻ. ഇപ്പം ഇവിടെ ആ രീതിയിൽ സൂക്ഷ്മദൃക്കുകളായി നമ്മുടെ സ്ഥിരത വിട്ടുപോകാതിരിക്കാൻ വളരെ സൂക്ഷ്മതയുള്ളവരാകണം. ഇന്ന് ധാരാളം നിലയിലുള്ള ശുശ്രൂഷകൾ നമ്മൾ കാണുന്നുണ്ട്. വഞ്ചിക്കപ്പെട്ടു പോകരുത് എന്ന് ഓർപ്പിക്കുകയാണ്. മത്തായി സുവിശേഷം 7:21 മുതൽ വായിക്കുമ്പോൾ എല്ലാ ശുശ്രൂഷകന്മാരെയും എല്ലാ അത്ഭുതങ്ങളെയും എല്ലാ പ്രവചനത്തെയും കർത്താവ് അംഗീകരിക്കുന്നില്ല എന്ന് വളരെ വ്യക്തമാക്കുന്നു. കർത്താവിൻ്റെ നാമത്തിൽ പലതും ചെയ്യുന്നെങ്കിൽ പോലും അവരെ വിളിക്കുന്ന അധർമ്മം പ്രവർത്തിക്കുന്നവരെ ഒരു നാളും ഞാൻ നിങ്ങളെ അറിഞ്ഞിട്ടില്ലെന്ന്. അപ്പോൾ സൂക്ഷ്മതയുള്ളവരായി അസ്ഥിരന്മാരായിരിക്കാതെ സ്ഥിരതയോടെ കർത്താവിനെ സഹിപ്പാനുള്ള സൂക്ഷ്മത ദൈവമക്കളായ നമുക്ക് ശുശ്രൂഷകന്മാർക്കും ദൈവജനത്തിനും ഒരുപോലെ ആവശ്യമാണ്. അവസാന വാക്യം 18-ാം വാക്യത്തിൽ, കൃപയിലും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിലും വളരുവീൻ. ദൈവത്തിന് കൃപയ്ക്ക് ഏറ്റക്കുറച്ചിലില്ല. അത് സ്റ്റാറ്റിക്കാ, എന്നും ഒരുപോലെ നിൽക്കുന്ന നിറവാണ്. പക്ഷേ ആ കൃപയിൽ വളരണമെന്ന് നമ്മൾ കൃപയിൽ വളരുക എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? നമുക്ക് രക്ഷാകാരണമായ കൃപയിൽ ആ കർത്താവിൽ വിശ്വസിപ്പാനും സ്നേഹത്തിലും അനുസരണയിലും ദൈവിക ഇച്ഛയിലും വളരുക. കൃപ നമുക്ക് വേണ്ടി വളരുകയല്ല, ദൈവത്തിൻ്റെ കൃപ ഉറപ്പോടെ നിൽക്കുന്ന ആ കൃപയിൽ നമ്മൾ വളരുകയാണ്. അപ്പം കർത്താവിനുള്ള സ്നേഹത്തിലും അനുസരണത്തിലും വിശ്വാസത്തിലും ദൈവഹിതം നിർവഹിക്കുന്നതിലും നമ്മൾ അനുനിമിഷം വളരണം എന്ന് പറയുകയാണ്. ക്രിസ്തീയ ജീവിതം വളർച്ചയുടെ ജീവിതമാണ്. അത് എന്നും ഒരുപോലെ ഇരിക്കുന്ന ജീവിതമല്ല. വർഷങ്ങൾ കഴിഞ്ഞിട്ടും പാല് കുടിക്കുന്ന അനുഭവമല്ല. കട്ടിയായിട്ടുള്ള ഭക്ഷണം കഴിക്കണം എന്ന് കൊരിന്ത്യ ലേഖനത്തിലും എബ്രായ ലേഖനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പോലെ വളർച്ചയുടെ പ്രതീകമാണ്. വളരുന്നൊരു വ്യക്തിയെ പത്രോസിന്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, രക്ഷയ്ക്കായി വളരുവാനും വചനമെന്ന മായമില്ലാത്ത പാല് കുടിപ്പാനും വാഞ്ചിപ്പീൻ. ഗലാത്യ ലേഖനം 4:1 വായിക്കുന്നു, അവകാശി സർവ്വത്തിന്റെ യജമാനെങ്കിലും ശിശുവായിരിക്കുന്നിടത്തോളം ദാസനേക്കാൾ വിശേഷതയില്ല. ജനനം പോലെ പ്രധാനമാണ് വളർച്ച, ഗ്രോത്ത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന കർത്താവിൻ്റെ കൃപയിൽ നമ്മൾ വളരുക. 2 യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരുക. അതെന്താ അർത്ഥമാക്കുന്നത്? നമുക്ക് വേണ്ടി കർത്താവ് ക്രൂശിൽ മരിച്ചു. കർത്താവിൻ്റെ സാക്രിഫൈഷ്യൽ ഡെത്ത്. അതുമാത്രമല്ല, ആ കർത്താവിനെ കൂടുതൽ അടുത്തറിയുവാനും അനുസരിപ്പാനും നമുക്ക് നിശ്ചയമായും കഴിയണം എന്ന് ദൈവത്തിൻ്റെ വചനം കൃത്യമായി നമ്മെ പഠിപ്പിക്കുന്നു. കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തത്, കർത്താവ് നമുക്ക് വേണ്ടി നൽകുന്ന ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ, ദൈവത്തിൻ്റെ നന്മകൾ, ദൈവം നമുക്ക് തരുന്ന ആത്മീയ അഭിവൃദ്ധിയുടെ അനുഭവങ്ങൾ, അതിലെല്ലാം നമ്മൾ അനുനിമിഷം വളരണം എന്ന് കർത്താവ് നമ്മളെക്കുറിച്ച് അറിയുക. യേശു ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിൽ വളരുക. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പി ലേഖനം 3-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, പുനരുത്ഥാനത്തിൻ്റെ ശക്തി, കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ, എനിക്ക് കർത്താവിനെ കൂടുതൽ അറിയണം,
ഇതെല്ലാം ക്രിസ്തുവിൽ വളരുന്ന വളർച്ചയുടെ അനുഭവമാണ്. യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ വളർച്ചയാണ്. യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന് വളർച്ച നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ചവറെന്നെണ്ണുന്നു, ലാഭമായതൊക്കെ ഛേദമെന്നെണ്ണുന്നു. കാരണം ക്രിസ്തുവിൻ്റെ പരിജ്ഞാനം എന്ന് വന്നപ്പോൾ ക്രിസ്തുവിൽ വളരുന്നതാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് കഷ്ടതയുടെ കൂട്ടായ്മ, പുനരുത്ഥാനത്തിൻ്റെ ശക്തി അനുഭവിച്ചറിയണം, യേശു ക്രിസ്തുവിനെ തന്നെ കൂടുതലറിയണം. ഈ നിലയിലുള്ള ഒരു ആത്മീയ വളർച്ച. കർത്താവ് നമ്മെ ശുദ്ധീകരിക്കുന്നവനാണ്. കർത്താവിൻ്റെ ക്രൂശ് മരണത്തിൻ്റെ നേട്ടം, കർത്താവിൻ്റെ ശുദ്ധീകരണ പ്രക്രിയകൾ, കർത്താവ് തരുന്ന ആലോചനകൾ, കർത്താവ് നമ്മെ സൂക്ഷിക്കുന്നവനാണ്. നമ്മുടെ ഫൈനൽ സേവിയർ, നമ്മളെ രക്ഷയുടെ പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുന്ന കർത്താവാണ്. ഈ ദൈവിക പരിജ്ഞാനത്തിൽ വളരണം. അതിന് പത്രോസ് അക്കാലത്തെ ദൈവമക്കളെ ആഹ്വാനം ചെയ്യുന്നത് പോലെ എനിക്കും നമുക്കും ഇന്ന് കർത്താവ് കൃപയട്ടെ. ക്രിസ്തുവിൽ വളരുവാൻ, ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിൽ വളരുവാൻ, കർത്താവിൻ്റെ കൃപയിൽ വളരുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഒരിക്കലും ഈ ലോകം നമ്മെ വഞ്ചിക്കരുത്, ദുർഭിക്ഷക്കന്മാർ നമ്മെ വഞ്ചിക്കരുത്. കർത്താവിൽ നിലനിന്ന് സ്ഥിരപ്പെട്ട് നല്ലൊരു അന്ത്യത്തിന് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. നമ്മുടെ മുമ്പിലുള്ള പ്രത്യാശ തീരം എത്ര മനോഹരമാണ്. അതിനുവേണ്ടി കർത്താവിലേക്ക് ശ്രദ്ധിച്ചും കർത്താവിൻ്റെ വചനത്തിൽ ആശ്രയിച്ചും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലും നിലനിന്നുകൊണ്ടും വചനത്തിൻ്റെ പുഷ്ടിയും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും അനുഗ്രഹീതമായ പ്രാർത്ഥനാ ജീവിതം ഒക്കെ നമുക്ക് അനിവാര്യമാണ്. അങ്ങനെ ക്രിസ്തു സഹോദരായും കർത്താവ് നമ്മെ ഏൽപ്പിച്ച ദൗത്യം നിർവഹിച്ചുകൊണ്ടും നമുക്ക് നിത്യതയിലേക്ക് നമ്മുടെ കണ്ണുകളെ നമുക്ക് പതിപ്പിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ കൃപ ചെയ്യട്ടെ. ഇന്ന് വചനം കേട്ട എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു.